വീടിൻ്റെ തൊട്ട് ബാക്കിലെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വെള്ളം കെട്ടി കിടക്കുക പറഞ്ഞാൽ വയലാണ്. അപ്പം ഞാനൊരു കൗതുകത്തിന് നമ്മളൊരു കയ്യിലുള്ള ക്യാമറ ജസ്റ്റ് ഒന്ന് അതിൽ ഡിപ്പ് ചെയ്ത് വെച്ച് നോക്കിയേ. അപ്പോൾ ആദ്യം കുറച്ച് മീനുകളൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, എന്താ വെച്ചാൽ ഇതിൻ്റെ അടുത്ത് കുറച്ച് ഈ ക്യാമറേൻ്റെ മുകളിൽ തന്നെ കുറച്ച് മൈദ അവിടെയും ഇവിടെയൊക്കെ ആയിട്ടിട്ട് അങ്ങനെ ഒട്ടിച്ച് വെച്ച പോലെ വെച്ച്. അപ്പം ഞാൻ എന്നിട്ട് ഡിപ്പ് ചെയ്തപ്പം ഇതാ വരുന്ന കുറേ മീനുകൾ. ഇതിപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകകരമായിട്ട് തോന്നി. ഇത് വന്ന സാധനം നമ്മളവിടെയൊക്കെ കൈതക്കോര എന്ന് പറയും. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും ഭംഗിയുണ്ട് എന്നുള്ളത്, ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു വ്യൂവേ ഭയങ്കര ഭംഗി കാണാൻ. എല്ലാ മീനുകളെയും നമ്മൾ ഈ മീനിനെ പിടിക്കുമ്പോഴും അല്ലെങ്കിൽ വെള്ളം വറ്റിക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ടാങ്കിലൊക്കെ ഇടുമ്പം കാണല്ലാതെ ഈറ്റിങ്ങൾ തന്നെ എന്താ പറയുക ജീവിക്കുന്നതും അല്ലെങ്കിൽ ഐറ്റിങ്ങളെ സറൗണ്ടിങ്സ് എന്ന് കാണുമ്പോൾ അതിനൊരു പ്രത്യേക രസമാണ്. കണ്ട ആ കൈതക്കോരയ്ക്ക് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും അവിടുന്ന് തന്നെ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുക. പിന്നെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ കുറേ മീനുകൾ, നമ്മളവിടെ പറയുന്ന ചൂലി, പിന്നെ അതേപോലെ പരള്, പിന്നെ അങ്ങനെ പല പല മീനുകളുണ്ട്. ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നോക്കിയാൽ കുറേ കളർഫുൾ, അതിൻ്റെ അടിയിൽ കാണുന്ന കുറേ ഇലകൾ വീണ് കിടന്ന് അതിൽ വരുന്ന പൂപ്പുകൾ. പക്ഷെ ഇതിനൊക്കത്തിനും അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ ഇത് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിലൊക്കെ ഇത്രയും എന്താ പറയുക കാണാൻ മാത്രമല്ല, ഇത്രയും നേരം നോക്കി നിൽക്കാൻ മാത്രമുള്ള ഒരു കാഴ്ചകളൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് കാണേണ്ടവരൊക്കെ ഒന്ന് കാണട്ടെ എന്നുള്ളത്. കാരണം ഈ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു ഞാൻ പേഴ്സണലി ഇങ്ങനെ അധിക സ്ഥലത്തൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ഇപ്പം കടലിൻ്റെ അടിയിൽ പോയ വീഡിയോസോ അല്ലെങ്കിൽ ഇപ്പോൾ പുഴേൻ്റെയോ അങ്ങനെ ഈ പൂളിൻ്റെ അടിയിലൊക്കെ ഉള്ള ഇത് കാണാൻ പറ്റും. ഇത് പക്ഷേ വീടിൻ്റെ അടുത്തുള്ളൊരു വയലിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ക്യാമറയോ അങ്ങനെ ഇല്ലാതെ നമുക്ക് വേറൊരു വിധത്തിലും ഇങ്ങനത്തെ ഒരു വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതിൽ എനിക്ക് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈറ്റിങ്ങളൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കളേഴ്സൊക്കെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും, ഏതൊക്കെ തരത്തിലുള്ള മീനുകൾ വരുന്നുണ്ട്. അപ്പം ആ ഏരിയയിൽ ലൈക്ക് നമ്മൾ ഒരു ഇത് വരുമ്പോൾ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്കൊക്കെ ഓരോ എന്താ പറയുക ഓരോ ബിഹേവിയേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ഓരോന്ന് ചെയ്തുകൊണ്ട് നടക്കുകയാണ് ഇവർ. കാരണം കുറച്ച് ഭക്ഷണം പോലത്തെ ഒരു സാധനം ഇങ്ങനെ വെക്കുന്നുണ്ട്, എന്നാൽ അത് കഴിക്കാൻ വേണം, പക്ഷെ എന്നാൽ പേടിയുണ്ട്. ആ ഒരു സാധനം അവരിങ്ങനെ കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അവർ ഈ ഒരു ക്യാമറ എന്ന് പറയുമ്പോൾ വേറൊരു ഒബ്ജക്റ്റ് ആണല്ലോ അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് എടുക്കാനുള്ള ധൈര്യം കാണിക്കുന്ന ഒന്ന് രണ്ടെണ്ണം എടുത്ത് ഓടുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ കുറച്ചെണ്ണം ചേസ് ചെയ്യുന്നുണ്ട്. കുറേ തരത്തിലുള്ള ഒരു എന്താ പറയുക ഈ വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു എക്കോസിസ്റ്റം നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഇപ്പോൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ മീനുകളെയൊക്കെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നൊക്കെ പറയാം. കാരണം ഈ ഈ വയലിലത്തെ മീനുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റേതായ നാട്ടിൽ ഓരോരോ പേരുകളായിരിക്കും, വേറെ വേറെ പേര്. എനിക്ക് തോന്നുന്നു കൈതക്കോരയ്ക്കാണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. കണ്ട അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. കുറച്ച് ദൂരത്തേക്ക് നോക്കിയാൽ കാണാം, അവിടെ നിന്ന് ഇങ്ങനെ കൈതക്കോര അവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്, പോകുന്നില്ല. പിന്നെ ഞാൻ ഈ മൈദ ഒട്ടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഇവരിത് ഇത്രയും മീനുകൾ അല്ലാതെ ഒരിക്കലും ഇതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കില്ല. നമുക്ക് അത്രയും നല്ല വിഷ്വൽസ് കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്. അപ്പം അത്ര തന്നെ.